Hi viewers, welcome back. Yes, I'm back with another talk show with Ayub Kacheri. He is a renowned business tycoon and the regional director of Grand Hyper Kuwait. He is also a multi-talented, a versatile and a very passionate personality. So let's not waste time and get introduced to him. I think there is some technical error with Ayub Kacheri. So yeah, he is here. So I'll send a request now. Okay, he's joining soon. Assalamu alaikum. Walaikum Islam. Welcome to Fahee Speak. Thank you. Sorry. So Ayub Kacheri is here. The business tycoon is here on Fahee Speak. ഇതൊക്കെ വെറുതെ പറയാണ്. Ella, you are the tycoon. So let me introduce you. അപ്പം audience ആരൊക്കെയുള്ള stay tuned. അയ്യൂബ് കച്ചേരിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം കുറെ കാര്യങ്ങളുണ്ട്. Of course നിങ്ങൾക്കൊക്കെ അറിയാം he is a business tycoon, but apart from that he is a multi-talented and very passionate person. പിന്നെ ഒരു twist ഉണ്ട്. He is married to an Algerian girl, a different culture from an Indian culture. So ഇതിന്റെ ഒക്കെ സ്റ്റോറി ഞങ്ങൾക്ക് അറിയാം. So let's see. Welcome Ayub ka. Thank you. So thanks for being here, taking time to be in my show. Thank you. അപ്പം അയ്യൂബ് ക, നിങ്ങൾ അയ്യൂബ് ക ഒരു ബിസിനസ് ടൈക്കൂനാന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ബിസിനസിന്റെ ഒരു ഭയങ്കര വലിയ പേഴ്സൺ ആണെന്ന് അറിയാം. ഫ്രം വേർ അപ്പൊ കുവൈറ്റിൽ എങ്ങനെ എത്തിപ്പെട്ടു നിങ്ങൾ? യുവർ ഏർലി ജേർണി ടു കുവൈറ്റ്, യുവർ കുവൈറ്റിലുള്ള ഏർലി എക്സ്പീരിയൻസ് അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുമോ നമുക്ക് നമ്മളോട്? സത്യത്തില് കുവൈത്തില് പിന്നെ വരണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുവൈറ്റ് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ അയാൾക്ക് സീറ്റില്ല. അതായത് കാലിക്കറ്റ് ബോംബെ അന്ന് ഭയങ്കര സെക്ടർ ഭയങ്കര പിന്നെ ടഫായിരുന്നു. അപ്പം ഞാനതൊരു എന്നെ പരിചയമുള്ള ആളെ വിളിച്ച് ശരിയായി കൊടുത്തോണ്ട് അയാൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അയാൾ ഒരു വിസ അയച്ചു തന്നിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ആ വിസ ഒരു ലേബർ വിസ ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അതിന് പോണ്ട, വെറുതെ എന്തിനാ പോകുന്നത്, കുവൈത്ത് പോയി ഇടങ്ങാറാണ്ടെന്നത്. പക്ഷെ ഞാൻ കുവൈത്ത് കാണണം എന്നുള്ളതിന്റെ കൊണ്ട് ലാസ്റ്റ് ദിവസം വിസ തീരുന്നതിന് കയറിപ്പോന്നപ്പോ അങ്ങനെ ഒരാളെ ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ എല്ലാം പിന്നെ ആകസ്മികമായിട്ട് തുടങ്ങി. പിന്നെ ലേബർ വിസയിലാണ് ഫസ്റ്റ് വരുന്നത്. യെസ്, അല്ല നമ്മള് പിന്നെ അത് അയാൾക്ക് അതേ വിസ കിട്ടിയുള്ളൂ. അയാളെ കമ്പനിക്ക് വേറെ വിസ ഒന്നും കിട്ടൂല. അങ്ങനെ അയാൾ ഫസ്റ്റ് കിട്ടിയിട്ട് അയാൾ ഇങ്ങനെ അയച്ചു തന്നതാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു അഭിപ്രായം ഉണ്ട്, പോണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താക്കുന്ന പറഞ്ഞാൽ ഇത് എന്തായാലും കുവൈറ്റ് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള ആൾക്ക് വന്നപ്പോ പിന്നെ അതിനുശേഷം അൽഹംദുലില്ലാ എല്ലാ കാര്യവും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു. പക്ഷെ അത് ശരിക്കും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇതൊക്കെ ഒരു ജീവിതത്തിലെ ഒരു സ്ട്രഗിൾ ആയിട്ട് എടുത്തിട്ട് അപ്പൊ അത് ഒരു രീതിയിലും പിന്നെ എന്റെ ഇവിടെ കുറെ മാനേജർമാരുടെ അവരെ ഇടങ്ങാറാക്കാനായിട്ട് വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അവരിപ്പം പിന്നെ ഈ ലൈവ് ഇട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. ആ ഏർലി സ്റ്റേജിൽ നല്ല സ്ട്രഗിൾ ഉണ്ട്. അത് കുറെ എക്സ്പീരിയൻസ് ആയി, കുറെ ലേണിംഗിന്റെ ഒരു സെഷൻ ആയിട്ടാണ് ഞാൻ എടുത്തത്. അല്ലാതെ അതൊരു വിഷമായിട്ടോ അല്ലെ കംപ്ലൈന്റ് ആയിട്ടോ എനിക്ക് അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഈവൻ ഒരു ദിവസം എനിക്കൊരു മീറ്റിങ്ങിന് പോണം സാൽമിയെന്ന്. അപ്പൊ എന്റെ അടുത്ത് പൈസയൊന്നുമില്ല. എന്റെ കസിൻ ഉണ്ട് ഇവിടെ, ഡോക്ടറൊക്കെയാണ്, അയാളെ വിളിച്ചാൽ അയാൾ വരും. പക്ഷെ ഞാൻ എന്താക്കിന്ന് പറഞ്ഞാല് സാൽമിയെന്ന് രാവിലെ നടക്കുകയാണ് ബീച്ചിലൂടെ. അപ്പൊ ആ നടത്തത്തിന് ഭയങ്കര എൻജോയ്മെന്റ്. എന്നിട്ട് ഒരു 4 മണിയാകുമ്പോൾ എനിക്ക് കാണേണ്ട ആളെ കണ്ടു, സംഗതികളൊക്കെ നടന്നു. അപ്പം നമ്മള് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു ബില്ല് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നൊരു വിഷയമായിട്ട് ഏറ്റെടുക്കരുത്. നമ്മൾ എന്ത് ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയൊരു ഓപ്പണിംഗിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. മാഷാഅല്ലാ, ഇൻഷാല്ലാ എല്ലാവർക്കും ഉള്ള ഒരു അഡ്വൈസ് ആണ് ഇത്. എൻജോയ് വാട്ട് എവർ യു ഡൂയിങ് അല്ലേ? ആണ്. സോ അയ്യൂബ്, വേറൊരു കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങള് തലശ്ശേരി, കോഴിക്കോട് സ്ട്രീറ്റ്സിലൊക്കെ കോങ്കോയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതെന്താണ് സംഭവം? എനിക്കൊന്ന് ആ ടൈമിലാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഞങ്ങള് 2008 കോങ്കോയിലൊരു പിന്നെ GSM ലൈസൻസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ബഹ്റൈനിലുള്ള ഒരു ഷെയ്ഖും പിന്നെ ഈ കോങ്കോയിലെ പ്രസിഡന്റ് നമ്മൾ കൂടിയിട്ടുള്ള ഒരു കമ്പനിക്ക് ആ ലൈസൻസ് കിട്ടി, ഒരു സ്പെക്ട്രം കിട്ടി. അത് നമ്മൾ ഓപ്പറേറ്റിംഗ് പാർട്ണറായിട്ട് നമ്മൾ റിലയൻസ് ഇന്ത്യയിൽ നമ്മളോട് സൈൻ ചെയ്തു. പിന്നെ അത് മുന്നോട്ട് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാല്
2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. എന്നാലും അതൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്താ സംഭവിച്ചാൽ അയാൾ നമ്മുടെ കൂടെ വന്നിരുന്നു. നന്നായിട്ട് അയാൾ ഒരാഴ്ചയോളം കേരളം എൻജോയ് ചെയ്തു. അയാളെ പേര് പിന്നെ ലിയോമി യുജീൻ എന്തെന്ന ആളാണ്. അയാള് പിന്നെ കൊങ്കയിൽ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അതുകൂടാതെ പിന്നെ അയാളൊരു ബിസിനസ് മാൻ ആണ്. ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഓൺ ചെയ്യുന്ന ആളാണ് കൊങ്കയിൽ. ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെ ജേർണി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാൻഡ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. വെൻ ആർ യു സ്റ്റാർട്ടിങ് ഗ്രാൻഡ്? അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഒരു 23 ഔട്ട്ലെറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക്. പ്ലസ് യു ആർ ഹാവിംഗ് 2500 സ്റ്റാഫ്സ്. അത് മാത്രമല്ല, വി ഹാവ് ഓൾസോ ഹേർഡ് നിങ്ങൾ സ്റ്റാഫിനോട് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹൗ ഡു യു മാനേജ് ഓൾ ദിസ്? അപ്പം ഒന്നുമില്ല, സ്റ്റാഫിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കി അവരെ സാലറിനെക്കാട്ടി കൂടുതൽ അവരൊരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് അവരെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത്. വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റാഫിനും ഓരോ രീതിയിൽ അവരെ സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിന്റെ ആ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ കെയർ ചെയ്യുക. അപ്പൊ നമ്മൾ മെയിനായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ വെറും കെയറിങ് അത്രേ ഉള്ളൂ. പിന്നെ ഓരോ സ്റ്റാഫിനും പിന്നെ എന്താ പറയുക വെച്ചാൽ അവർക്ക് സാലറി കൂടുതൽ അവർക്കൊരു റെക്കഗ്നിഷൻ, അവരെ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ആ രീതിയിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടും അവരെല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് പിന്നെ ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. ആരും എന്നെ തെറി പറയില്ല എന്ന് തോന്നുന്നു. അതാ ഞാൻ ഷുവറാക്കിയത്. ബേക്കിന്ന് തെറി പറയില്ല, നേരത്തെ തെറി പറയില്ല. അപ്പൊ അതാണ് തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നില്ല അയ്യൂബ് ഖാനെ പറ്റി ഞങ്ങൾ കേട്ടതനുസരിച്ച് യു ആർ സോ ഡൗൺ ടു എർത്ത്, എംപ്ലോയീസിനൊക്കെ ഫ്രണ്ട്ലി ആണ്, വെരി ഫ്രണ്ട്ലി ആണ് എന്നാണ് കേട്ടത്. മാഷാഅല്ലാ, ഇറ്റ്സ് ടു ഗുഡ് ടു ഹിയർ ദാറ്റ്. ഓക്കെ, അത് ഞാൻ അതിൽ കമന്റ് ഒന്നും പറയുന്നില്ല. എന്താ സംഗതി പല അഭിപ്രായം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കേട്ട തെറ്റായിരിക്കാൻ ചാൻസ്. ഓക്കെ ഓക്കെ. സോ അയ്യൂബ് ഖാൻ, നിങ്ങൾക്ക് ഇപ്പം ഇത്രയും വലിയ ബിസിനസ് വെഞ്ചർ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാണ്. സോ സംബഡി മൈറ്റ് ബി യുവർ ഇൻസ്പിറേഷൻ. ആരാണ് നിങ്ങളെ ഇൻസ്പിറേഷൻ? പിന്നെ അത് സത്യത്തിൽ ഞാൻ പറഞ്ഞതാ. പിന്നെ പല ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ അങ്കിളാണ്, മരിച്ച ഒരു അങ്കിൾ ഉണ്ട്. അയാൾ ഒരു ബിസിനസ് ഇതാണ് എന്താ പറയണ്ട, ഒരു ചെറുപ്പം മുതൽ ഒരു വളരെ പിന്നെ അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ടർ ആയിരുന്നു. അതുകൂടാതെ പിന്നെ നിന്റെ അമ്മാവനൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന, ജവാദ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കാണുന്ന ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ ഒക്കെ കാണുന്നവരും നമുക്ക് എന്താ ഇങ്ങനെ തുടങ്ങിക്കൂടെ. അപ്പം അതിൽ നിന്ന് ഉണ്ടായ ഒരു പിന്നെ ഒരു എന്താ പറയണ്ട ഒരു ആഗ്രഹമാണ്. പക്ഷെ പോയ വഴിക്കൊക്കെ എന്തോ പഠിച്ചോനെ ചിട്ട് ഓരോ വഴിയും ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നേരം പഠിച്ചോൻ എന്തായാലും ഒരു 3-4 സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ടുണ്ട്. അല്ലാതെ ഞാൻ സ്ട്രഗിൾ ഒന്നും ചെയ്തിട്ടില്ല അവിടത്തെ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻവയറമെന്റിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ലക്ക് ഉണ്ടായി എന്നുള്ളതാണ് കറക്റ്റ്. ഞാൻ അതിന്റെ ഒരു റീസൺ അല്ല, ഞാൻ അതിന്റെ ഒരു പാർട്ടും പിന്നെ ബെനിഫിഷ്യറി ആണ് ശരിക്കും. ഓക്കെ ഓക്കെ. സോ ബട്ട് സ്റ്റിൽ കുവൈറ്റിലെ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ അയ്യൂബ് ഖാൻ ഫസ്റ്റ് മനസ്സിൽ വരാന്. ബട്ട് യു ആർ മാനേജിങ് ഇറ്റ് സോ വെൽ, ദാറ്റ്സ് വൈ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. മാനേജ് ചെയ്യാൻ എന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് നടക്കുന്നത്. എന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. സാധാരണ ഞാൻ പറഞ്ഞു ബെനിഫിഷ്യറിയാണ്. അപ്പൊ അതിന്റെ ലീഡർഷിപ്പ് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് സഹായിച്ചു. ഒന്ന് പിന്നെ കുവൈത്ത് പോലത്തെ നല്ല രാജ്യത്ത് ഒരു നല്ലൊരു ബിസിനസ് എൻവയറമെന്റ്. അപ്പൊ ഈ രാജ്യത്തെ ഗവൺമെന്റിനോടും രാജാവിനോടും അല്ലെങ്കിൽ ഈ ജനങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത് നമുക്ക് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടി. മൂന്നാമത് നല്ല കസ്റ്റമറെ കിട്ടി. പിന്നെ അതിനും കൂടുതൽ നമുക്ക് നമ്മളോട് പിന്നെ 100% സിൻസിയർ ആയിട്ടുള്ള സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട്. അതിൽ ചില സ്റ്റാഫുകളൊക്കെ എന്താ വെച്ചാൽ ചില സ്റ്റാഫുകൾ വളരെ കുറച്ച് ആൾക്കാർ വെള്ളിയാഴ്ച പെരുന്നാളിന് ലീവ് ഒന്നും കൊടുത്ത് എടുക്കാത്ത ആൾക്കാരുണ്ട്. അത്രയും ലോയൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻവയറമെന്റിൽ നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ലക്ക് ഉണ്ടായി. അതാണ് കറക്റ്റ് പോയി. ഗുഡ്. അത് മാത്രല്ല വേറൊരു കാര്യം ഞാൻ ഓർക്കുന്ന ഇപ്പൊ എന്താ വെച്ചാൽ യു ഹാഡ് സം ഡീൽ വിത്ത് അംബാനി ദിസ് തിങ്. അത് എന്താണോ ഒന്ന് പറഞ്ഞു തരാം? ഇല്ല, അനിൽ അംബാനി ഗ്രൂപ്പ് ഞാൻ കൊങ്കാണ്ട് ഞങ്ങൾ ആകെ ഒരു പിന്നെ 2008 ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ GSM 70% അവരും 30% മാംകോം എന്ന് പറഞ്ഞ ഞാനടങ്ങിയ ഒരു കമ്പനി ഉള്ള ബഹ്റൈനിലെ കമ്പനി പിന്നെ ഷെയർ ആയിട്ട് ഒരു ജോയിന്റ് കമ്പനി
അത് പിന്നെ 2008 കോങ്കോ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ ചെയ്തത്. പുനീത് കർ എന്ന് പറയുന്ന പിന്നെ റിലയൻസ് ടെലികോമിന്റെ ഹെഡുമായിട്ട് നമ്മൾ സൈൻ ചെയ്തത്. പിന്നെ അതൊന്നും മെറ്റീരിയലൈസ് ആയില്ല, പക്ഷെ എന്നാലും അവിടം വരെ എത്തി. That's good. That was a very good initiative ആണ് എടുത്തത് നിങ്ങൾ. Okay, this next question, എല്ലാരും ഇവിടെ ഫാമിലി ഓഡിയൻസ് എപ്പോഴും അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ആൻസർ ആണ് നിങ്ങളുടെ അടുത്തുനിന്ന്. നിങ്ങൾ എങ്ങനെയാണ് അൾജീരിയയിൽ എത്തിപ്പെട്ടത്, എങ്ങനെയാണ് അൾജീരിയൻ ലേഡിയെ കല്യാണം കഴിച്ചത് എന്നുള്ള, ദേ വോണ്ട് ടു നോ ദി സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ഞാൻ വൈഫിനോട് എപ്പോഴും പറയുന്നത് വെച്ചാൽ മുസീബത്ത് എവിടെന്നെങ്കിലും വരികയെങ്കിൽ അത് പഠിച്ചോനെ എവിടുന്ന് മുഖത്തിൽ. അപ്പൊ പിന്നെ ഒരു ദിവസം നമ്മള് വേറെ അത് അതിനും പിന്നെ ഒരു ദിവസം നമ്മള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേരം അവളോട് ഞാൻ പറഞ്ഞ് നീ ചായ ഇങ്ങോട്ട് വെക്കുന്നു, അല്ല ചായ പഞ്ചസാര ഇങ്ങോട്ട് വെക്കുന്നു പറഞ്ഞപ്പോ അവള് പറഞ്ഞു നിന്റെ പണിക്കാരത്തിയല്ല. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ് ഒരു സ്റ്റാർബക്സിൽ പോയാൽ നല്ല സ്മൈലും കിട്ടും, നല്ല കോഫിയും കിട്ടും എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു അതൊന്നും നിനക്ക് മുസീബത്ത് തെറ്റെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ കട്ടി വലിയ മുസീബത്തൊന്നും ജീവിതത്തിൽ വരാനില്ല, ജീവിതത്തിൽ ഏറ്റവും വലിയ മുസീബത്ത്. അപ്പൊ ഞാൻ അതൊന്നുമല്ല വിഷയം. പിന്നെ ഞാൻ ഇതെങ്ങനെയാ വെച്ചാൽ ഒരു ആക്സിഡന്റിൽ ഒരു കോള് വന്നതാണ്. ആ കോൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അൾജീരിയയിൽ നിന്ന് ഇവൾ ഇസ്തംബൂളിൽ വിളിച്ചത് തെറ്റിയിട്ട് എന്റെ വീട്ടിലെത്തിയതാണ്. അങ്ങനെ അതിൽ നിന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ കല്യാണത്തിലെത്തിയത്. അതുകൊണ്ട് നന്നായിരുന്നു, പിന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല എൻകറേജ് ചെയ്യുന്നതിൽ വളരെ നമ്മളെ മേലോട്ടേക്ക് പോകുന്നതിൽ വളരെ ഒരു കോച്ചിനെ പോലെ എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥ. അല്ല അപ്പം നിങ്ങൾ അന്നേരം അറബിയൊക്കെ ഫ്ലുവന്റ് ആയിരുന്നു. ഹൗ ഡിഡ് യു കമ്മ്യൂണിക്കേറ്റ്? അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ആവശ്യമാണ്, പിന്നെ എന്താ പറയണ്ടേ, ഡിസ്കവറിന്റെ മാതാവ് എന്ന് പറയും, കണ്ടുപിടുത്തത്തിന്റെ. അതേപോലെ ഇത് അങ്ങനെയൊക്കെ അറബിയൊക്കെ പഠിച്ച് ഇപ്പൊ ഒരു ഭാഷ ഇല്ലാണ്ടായി. പിന്നെ വേറൊന്നും എന്താ വെച്ചാല് ഒരു കപ്പിൾസിന്റെ ഇടയിൽ ഭാഷയൊന്നും ഒരു വിഷയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. പിന്നെ നോക്കിയാൽ മാത്രം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഇന്ന് ഏത് ഡ്രസ് ഇടണം, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം വേണം എന്നുള്ളത്. ഓക്കെ, കറക്റ്റ്, വെരി കറക്റ്റ്. പിന്നെ നിങ്ങൾ എങ്ങനെ നാട്ടിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തത് നിങ്ങള് ഈ ഇന്റർനാഷണൽ മാരേജ്? നാട്ടിൽ പ്രസന്റ് ചെയ്ത് അതിന് മെയിൻ ആയിട്ട് റോൾ എടുത്തത് നമ്മള് ഡോക്ടർ ഫത്താഹ് ഉണ്ട്, എന്റെ കസിന്. അയാൾ നാട്ടിലേറ്റവും വിളിച്ചു പറഞ്ഞ ഒരു അപ്രൂവൽ ഉണ്ടാക്കി. പിന്നെ നമ്മളെ വൈഫിന്റെ ബ്രദർ ഇവിടെ വന്നപ്പോ അയാളെ മീറ്റ് ചെയ്തിരുന്നു, അയാളെ ഫാദർ. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ഇനീഷ്യേഷൻ നടന്നുകൊണ്ട് അൽഹംദുലില്ലാ അത് വളരെ ഈസി, അതൊന്നും ഒരു വലിയ വിഷയമായിട്ടില്ല. ഓക്കെ ഓക്കെ. സോ അപ്പം നിങ്ങൾ പിന്നെ അൾജീരിയ പോയിട്ടാണ് കല്യാണം കഴിച്ചത്? എങ്ങനെയാണ് നിങ്ങളെ വൈഫ്? ഞാൻ 97 ഞാൻ അൾജീരിയ പോയി കഴിഞ്ഞപ്പം അവിടെ വിദേശികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവര് പിന്നെ 98 ഇങ്ങോട്ട് ബ്രദറുമായിട്ട് വന്നിട്ട് പിന്നെ ഇവിടുത്തെ കോർട്ടിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് സാക്ഷിയായിട്ടുണ്ടായിരുന്ന ഒരാള് ഖാലിദ് അൽ വസാൻ, ഇവിടുത്തെ ബിസിനസ് ഫാമിലിയിലെ ഒരാള്, പിന്നെ സാദ് മൂസ സാദ് എന്ന് പറയുന്ന വേറൊരാള്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പം നാട്ടിൽ പോവാറുണ്ടായിരിക്കില്ല? ഫാമിലി നിങ്ങളൊക്കെ ഒന്നിച്ച് നാട്ടിൽ പോവാറുണ്ടായിരിക്കും? എല്ലാ കൊല്ലവും പോകും. ഇപ്പൊ ഒരു 3 കൊല്ലമായിട്ട് പോയില്ല. അവളെ വീട്ടിൽ പോകും, എല്ലാ കൊല്ലവും പോകും. വെച്ചാല് കുട്ടികളെ വെക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്കും. പിന്നെ വൈഫിന്റെ സൗകര്യത്തിനനുസരിച്ച് വൈഫ് യാത്ര നടത്തും. പിന്നെ ഞാൻ എന്റെ സൗകര്യത്തിന് അങ്ങനെ ഒരു 3 കൊല്ലമായിട്ട് പറ്റില്ല. അതിനു മുന്നേ സ്ഥിരമായിട്ട് പോകാറുണ്ട്. കുട്ടികൾക്ക് മലയാളം അറിയോ? എങ്ങനെ, ഹൗ ഡു ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഫാമിലി? നിങ്ങൾ ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചാല് മദർ ടങ് എന്ന് പറഞ്ഞാല് മദറിന്റെ ഭാഷ. അപ്പൊ അറബിക്കും ഫ്രഞ്ചും ആണ് അവര് ഫ്ലുവന്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഒരു അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഹിഷാം റിഫായ് എന്ന് പറയുന്ന. ഹിഷാം റിഫായ്, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹൗ ആർ യു? അൽഹംദുലില്ലാ. Your dear friend is sitting next to you. യൂസഫ്. പിന്നെ നമ്മള് പിന്നെ ഹുസൈൻക ഉണ്ട്. ഹുസൈൻക നമ്മളെ അടുത്ത ആളാണ്. നമ്മളെന്താ വെച്ചാല് നമ്മളെ ഷെഫ്, അതുകൂടാതെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാള്. അപ്പൊ അടുത്ത ചോദ്യം, ഏതായാലും എന്നെ കൊല്ലാൻ തീരുമാനിച്ചതാ. ഇല്ല നിങ്ങളെ പറ്റി എല്ലാരും അറിയാൻ ഇങ്ങനെ കാത്തിക്കല്ലേ അയ്യൂക്ക. അപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഹലോ, ഓക്കെ. അപ്പം അടുത്തത്, നിങ്ങളെ ബിസിനസ് മാൻ ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പം ബിസിനസ് മാൻ അല്ലാണ്ട് നിങ്ങൾക്ക് കുറെ മൾട്ടി ടാലന്റ്സും ഉണ്ട്. ഭയങ്കര പാഷനേറ്റ് ആണ്. സെയിലിംഗ്, ഫിഷിംഗ്, കാർസ് ഓടിക്കല്, ലോങ് ഡ്രൈവ്സിന് പോലൊക്കെ നിങ്ങളൊരു പാഷനാണ്.
പിന്നെ അത് മാത്രല്ല ക്രിക്കറ്റില് നിങ്ങള് ടോപ്പ് ഗ്രേഡിൽ ഇപ്പോഴും കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. സോ നമ്മളെ ഓഡിയൻസിന് നിങ്ങൾക്ക് അതിനെ പറ്റിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ഒന്നുമില്ല. എന്താ സംഗതി വെച്ചാൽ നമുക്ക് ഏത് സമയത്തും എന്ത് വേണമെങ്കിലും ഏത് വയസ്സിലും അല്ലെ ഏത് പ്രായത്തിലും നമുക്ക് സാധിക്കും എന്നുള്ളതിന്റെ തെളിവ് നമ്മളെ മനസ്സിന്റെ നിശ്ചയദാർഢ്യമാണ്. അപ്പൊ ക്രിക്കറ്റില് പിന്നെ ഞങ്ങളതായ ടീം ഉണ്ടായിരുന്നു. അതില്ലാത്തപ്പോ ഞാൻ എന്താക്കുന്നത് ഒരു പാകിസ്ഥാനി ടീം ഇവിടെ ഒരു പിന്നെ ലീഡിംഗ് ടീമാണ്. ഒരു ഇന്ത്യൻ പാകിസ്ഥാൻ മിക്സ്ഡ് ആയിട്ടുള്ള മഹാസ്റ്റാർഗൻ അവർ ഫസ്റ്റ് ടീമില് പിന്നെ ലീഗിൽ കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 27 മാച്ചായിട്ടും ടോട്ടൽ കളിച്ചതിൽ ഈ ഒരു 30 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ അതാണ് ഞാൻ ഇപ്പൊ ഒരു 8 മാസമായിട്ട് കളിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി എന്താന്ന് വെച്ചാല് ബോട്ട് എടുക്കുക, കടലിൽ പോവുക, ഒറ്റക്കാണേലും പോകും. അതിന് നമ്മൾ ഹുസൈൻക്കാണ് പാർട്ണർ. ഹുസൈൻക്ക് ഇല്ലെങ്കിൽ ഞാൻ പോകാറുണ്ട്. അപ്പൊ കുറെ നേരം ഒരു ദിവസം പോയി പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും പറയണ രണ്ടാമത് ജനിച്ചതായിട്ടുള്ള ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും. നമ്മൾ കടലിന്റെ കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. നമുക്ക് നമ്മളും പിന്നെ കുറെ ഫ്രീ ആയിട്ട് എന്താന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് മനസ്സിന് പുതിയൊരു പിന്നെ എന്താ പറയാ എനർജി തന്നെ കിട്ടും. Okay, that's so good. I know that. അപ്പം അയ്യൂബ് അതുകൂടാതെ ഡ്രൈവ് ചെയ്യൽ ഇഷ്ടമാണ്. ഞാൻ ഒരുവിധ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അയ്യൂബ് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർസ് ലോങ് ഡ്രൈവ്. മാത്രമല്ല ഇവിടുന്ന് ഈജിപ്ത് വരെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ വൈഫും അതിന്റെ ഒരു കുറച്ച് പ്രാന്താണ്. അതായത് യൂറോപ്പ് എവിടെയായാലും ഞാൻ ഏകദേശം ഒരു 41 രാജ്യത്ത് പോയിട്ടുണ്ട്. ആ രാജ്യത്തൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതൊരു ലക്കായിട്ടാണ്. പിന്നെ അവിടെയൊക്കെ ലോക്കൽ ഹോസ്റ്റും ഉണ്ട്. അതുകൊണ്ട് അവരെ കൾച്ചർ പിന്നെ ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അവരുടെ കൾച്ചറായിട്ട്. ഓക്കെ. സോ അപ്പൊ ഇപ്പം അയ്യൂബ്ക്ക് അറിയാം, ഇപ്പം പാൻഡമിക് ആണ്, എല്ലാ സെക്ടേഴ്സും ഈസ് ഗോയിങ് ത്രൂ ക്രൈസിസ്. അപ്പം വാട്ട് യു ഹാവ് ടു ടെൽ അബൌട്ട് ഇറ്റ്? ഈസ് യുവർ ഗ്രാൻഡ് ഗോയിങ് ത്രൂ ദിസ് സിറ്റുവേഷൻ? ഇല്ല, അത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ ഹാപ്പിനെസ്സും നമ്മളെ ഒരു സിറ്റുവേഷൻ എന്ത് അവസ്ഥയാണെങ്കിലും അതിന് കാരണം നമ്മളെ വി ആർ ഓൺലി. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ നമുക്ക് തന്നെ ശ്രമിച്ച് ശരി. ഒരു എക്സാമ്പിള്, നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നു, നാട്ടിലൊരു ഗാരേജിന്റെ ആള് വന്നിട്ട് ഈ പാൻഡമിക് ഉള്ളപ്പം പറഞ്ഞു പിന്നെ ജോലിയൊന്നുമില്ല, ആൾക്കാർ കാറൊന്നും വരുന്നില്ല, ഓടിക്കുന്നില്ല, ഭയങ്കര. അപ്പം ഈ ഫ്രണ്ട് ഒരു നല്ലൊരാളാണ്, അയാൾ ഒരു കൺസൾട്ടന്റ്. അയാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ക്ലയൻസിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടോ. അങ്ങനെ അയാൾ വിളിച്ചു ചോദിച്ചു. അയാള് കാർ വർക്ക്ഷോപ്പിൽ 2 ആളെ ഉണ്ടായിരുന്നു. അതിപ്പോ എന്തായെന്ന് വെച്ചാൽ വിളിച്ചു ചോദിച്ച് വീട്ടിൽ പോയി സർവീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് ഒരു 10 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ ശ്രമത്തിനനുസരിച്ച് ഓരോ സിറ്റുവേഷൻ ഓരോ ക്രൈസിസ് ഉണ്ട്. അന്നേരം നമ്മൾ ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ചേഞ്ചസ് എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നോ അത്ര പെട്ടെന്ന് നമുക്ക് സർവൈവലിനുള്ള പിന്നെ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് വരും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പലരും എന്താന്ന് വെച്ചാൽ ഒരു ക്രൈസിസ് ഉണ്ടായിച്ചാൽ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇരിക്കും. അസീം പ്രേംജി പറഞ്ഞൊരു കഥ ഉണ്ട്. എന്താന്ന് വെച്ചാല് ചെറിയൊരു കഥയാണ്, 1 മിനിറ്റ് എടുക്കുള്ളൂ. ഒരു അലക്കുകാരന് ഒരു കഴുതുണ്ട്. അപ്പൊ കഴുത ഒന്നും കയ്യാണ്ടായപ്പം ഒരു ദിവസം കഴുത ഒരു പൊട്ടക്കിണറ്റിൽ വീണപ്പം അലക്കുകാരൻ വിചാരിച്ചു ഇതിനെ തിരിച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല, അതിൽ നല്ല നാട്ടുകാരോടൊക്കെ ഈ കിണറും ആവശ്യമില്ല, വേസ്റ്റ് കൊണ്ടാക്കി അതിന്റെ മേലെ ഇടാൻ പറഞ്ഞു. അപ്പം ജനങ്ങൾ കൊണ്ടാണ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ കഴുതൊക്കെ സങ്കടമായി, ഞാൻ ഇത്ര കാലം സേവനം ചെയ്തിട്ട് എന്താണ് പിന്നെ എന്നെ ഒരു കൺസിഡർ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് കഴുത മാസം ഞാൻ ഈ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതിൽ നല്ല ഈ കൊണ്ടുവരുന്ന ആ കച്ചറയിലുള്ള എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തിന്നിട്ട് ഒരു ദിവസം ആ കഴുത അമേസിംഗ്ലി പുറത്തേക്ക് വന്നു എന്നുള്ള കഥ. അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും പലരും ഇങ്ങനെ ഡേർട്ടൊക്കെ കൊണ്ടാന്ന് അറിയും. അപ്പൊ അതൊന്നും കെയർ ചെയ്യാണ്ട് നമ്മൾ എന്താന്നുള്ള അവിടുന്ന് ഒരു സ്റ്റെപ്പ് മേലോട്ടേക്ക് പോകും. ആ ഡേർട്ടിന്റെ മുകളിൽ തന്നെ കയറി നിൽക്കുക. എന്നാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു ദിവസം പുറത്തു പോകും. അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ കവർ ചെയ്യുന്ന ഒരു രീതിയിലാവരുത്. കറക്റ്റ്. ഇറ്റ്സ് അമേസിംഗ് അഡ്വൈസ്. ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചിട്ടും അതൊരു ഉൾക്കൊള്ളേണ്ട ഒരു മെസ്സേജ് ആണ്. ഇപ്പോഴുള്ള ജനറേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, അവർക്ക് ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് നല്ല പർച്ചേസിങ് സ്കില്ലുണ്ട്, പർച്ചേസിങ് സ്കില്ലുണ്ട്. അതുകൂടാതെ അവർക്ക് ഇല്ലാത്തൊരു ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ കൈൻഡ്നെസ്, അങ്ങനെയുള്ള കുറെ സോഫ്റ്റ് സ്കില്ല് അവർക്കില്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 19 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ എല്ലാവിധ ജോലികളും പിന്നെ ഓട്ടോമൈസ്ഡ് ആവും. അന്നേരം ഈ സോഫ്റ്റ് സ്കിൽ ഉണ്ടല്ലോ, ഈ കൈൻഡ്നെസ്, അതേപോലെ നമുക്കുള്ള അങ്ങോട്ടുമുള്ള സ്നേഹം, ഈ സ്കില്ലുള്ള ആൾക്കാർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ പുതിയ ജനറേഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഓക്കെ, വെരി കറക്റ്റ്, വെരി ട്രൂ.
അപ്പം അയ്യോക്ക വാട്ട് ഈസ് യു ഹാവ് എനി ഫ്യൂച്ചർ പ്ലാൻസ് ഫോർ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഗ്രാൻഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബിഗ് ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? ഹൗ നമ്മളൊരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ കുവൈത്തിൽ ഒരു നമ്പർ 1 ആവണമെന്ന്. അത് ഏകദേശം ആയിട്ടുണ്ട്. പല പ്രൊഡക്റ്റും നമ്മളെ കോമ്പറ്റീറ്ററെ കാട്ടി പിന്നെ മേലെയാണ് വോളിയത്തിൽ. പല പ്രൊഡക്റ്റും, എല്ലാ പ്രൊഡക്റ്റിലും അല്ല, ടോട്ടൽ വോളിയത്തിലും അല്ല, പല പ്രൊഡക്റ്റിൽ ലീഡിങ് പ്രൊഡക്റ്റില് നെസ്ലേന്റെ, പീജിന്റെ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക യൂണിലിവറിന്റെ ഒക്കെ പ്രൊഡക്റ്റ് നമ്മളാണ് നമ്പർ 1 പല പ്രൊഡക്റ്റും, എല്ലാ പ്രൊഡക്റ്റിലും അല്ല. അപ്പൊ ആ ഒരു ലെവൽ എത്തിയോണ്ട് നമുക്ക് ഒരു പിന്നെ ഇത് ഇനിയും സ്കെയിൽ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പം വേറൊരു കാര്യം കൂടി, ബിസിനസ്, പാഷൻ, ഫാമിലി, ഹൗ ഡു യു മാനേജ് ഓൾ ദിസ്? ഇതെങ്ങനെയാണ് ഒത്തുകൂട്ടി കൊണ്ടുപോകുന്നത് നിങ്ങൾ? എനി ടിപ്സ് ഫോർ പ്രസന്റ് ബിസിനസ് മാൻ? നമ്മള് പ്രൊആക്റ്റീവ് ആകുന്നവരാണ് പ്രശ്നം. നമ്മള് ശരിക്കും പറഞ്ഞാല് പ്രൊആക്റ്റീവ് ആകുന്നവരെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ പ്ലാൻ ചെയ്യുന്ന അതേപോലെ എൻവയറമെന്റ് ഉണ്ടായിട്ടേ പ്രശ്നം. അതിന് വേറെ ഞാൻ റിയാക്റ്റീവ് അല്ല ഇനാക്റ്റീവാ. അപ്പൊ അത് തന്നാലെ സംഭവിക്കുന്നതാണ്. അല്ലാതെ എന്റെ ഒരു അപ്പം എന്താ സംഗതി, കുട്ടികളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരടുത്ത് പോകും. ഞാൻ വേറെ സംഗതി പറഞ്ഞുതരാം. ഞാൻ ഈ 2500 ആൾക്കാരെ മാനേജ് ചെയ്യുന്നതിന് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാഫിനെയൊക്കെ പിന്നെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ അവരെക്കാട്ടിയും ചെറുതാ, എന്റെ മക്കളെക്കാട്ടിയും ചെറുതാ. ബട്ട് അത് നിങ്ങളൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരിക്കാം അതൊന്നല്ല. അത് പിന്നെ നമ്മള് പിന്നെ പല കാര്യത്തിലും നമ്മളൊരു എന്താ പറയണ്ടേ ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മള് പിന്നെ ഇതിനൊന്നും നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടൊന്നും ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല. ഈ ഫാമിലിയോ അല്ലെ ബിസിനസ്, ഇതൊക്കെ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെരുമാറാൻ പറ്റും, അവിടെയാണ് സക്സസ്. അതിൽ ഏറ്റവും നല്ല പരിപാടി എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ചുകൂടി സൈലന്റ് ആയ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള നിലക്ക് കേൾക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പം ഇപ്പം ബഡിങ് ബിസിനസ്മെൻസ് പ്രത്യേകിച്ചും ഈ ടൈമിൽ ക്രൈസിസിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ബിസിനസ്മെൻ ഉണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു അഡ്വൈസ് എന്താണ് അയ്യൂബ്ക? what is an advice you have to give them? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാല് നമ്മളെ ഹാപ്പിനെസ്സും ഗ്രോത്തും ശാശ്വതമല്ല. അത് ഒരു പെർമനന്റ് ഫിനോമിനൻ ഒന്നുമല്ല. അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അതേപോലെ തന്നെയാണ് ക്രൈസിസും, അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. പിന്നെ നമ്മളത് ആലോചിച്ചിട്ട് പാനിക് ആകുന്നതിന് പകരം നമ്മൾ ആ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. മനസ്സിലായില്ല? പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ സ്ഥലത്ത് എവിടെയെങ്കിലും യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറാഖായാലും ഇപ്പം ഭയങ്കര ഓപ്പർച്യൂണിറ്റി, കുറെ ആൾ പോയിട്ട് വലിയ കുറെ പൈസ ഉണ്ടാക്കിയ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഓരോ സ്ഥലത്തും എന്തെങ്കിലും ഒരു ക്രൈസിസ്, അപ്പൊ ലോകം മുഴുവൻ ഈ ക്രൈസിസ് കഴിഞ്ഞ ഉടനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരാൻ പോവുക എന്നുള്ള എന്റെ വിശ്വാസം. എന്താ വെച്ചാൽ നമ്മൾ കുറെ കറക്റ്റീവ് മെഷർ ചെയ്ത് പ്രിപ്പയർ ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് പോകും. നമുക്കിത് മുന്നോട്ട് പോകാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ പ്രിപ്പയർഡ് ആകുക. നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ മാറുന്ന പിന്നെ ചേഞ്ച് എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. നമുക്ക് അതാണ് വേറൊരു വാക്ക് അസീം റേഞ്ച് പറയുന്നത്, ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു പ്രശ്നം നമ്മൾ ചേഞ്ചിനെ വെയിറ്റ് ചെയ്യുന്നേരം നമ്മൾ പാരലൈസ്. അതിന് നല്ല എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമ്മളിൽ ചേഞ്ച് ഉണ്ടാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പിന്നെ ആദ്യമേ പ്രിപ്പയർഡ് ആയിരുന്നു, ഒരു 6 മാസം നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് പിന്നെ ആലോചിച്ചിട്ട് നമ്മൾ അതിന് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ഫ്രീ ആണ്. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നു, എന്താ വെച്ചാൽ ഈ പോസിറ്റീവ് തോട്ട്സ് ആണ് ഏറ്റവും മോശം. നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത സംഗതി നമ്മൾ വരുന്നു വിശ്വസിക്കുന്നതാണ് പോസിറ്റീവ് തോട്ട്സ്. അത് ഭയങ്കര മോശമാണ്. അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ ഒരു കുറച്ചും കൂടി റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ 2 സംഗതി ഉണ്ട്. എന്ത് കാര്യമായാലും ബിസിനസ് ആയാലും, ഒന്ന് നമുക്ക് കൺട്രോളുള്ള കുറെ പാരാമീറ്റേഴ്സ്, കൺട്രോൾ ഇല്ലാത്ത. പക്ഷെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, കൺട്രോൾ ഉള്ളതിൽ ഒന്നും ചെയ്യൂല, എന്നിട്ട് കൺട്രോൾ ഇല്ലാത്ത കുറെ സംഗതിയിലെ എക്സ്ക്യൂസും അല്ലെങ്കിൽ ശ്രമവും നടത്തിയിട്ട് പരാജയപ്പെടും. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം നമ്മളെ നാട്ടിലുള്ള അവസ്ഥ എന്താ വെച്ചാൽ, നമ്മളെ നാട്ടില് പിന്നെ ആകെ ഒരു ജനാധിപത്യ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇന്ത്യക്കാർ ചെയ്യുന്ന 5 കൊല്ലത്തിൽ ഒരു വോട്ടാണ്. പിന്നെ അവന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ജയിച്ച പാർട്ടിന്റെ തെരുവ് അറിയരുത് നമ്മളെ വീട്ടിന് മുമ്പിൽ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ
നമുക്കൊരിക്കലും നമ്മളെ സൊസൈറ്റിനെ മാറ്റാൻ പറ്റും, നമുക്ക് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ ചേഞ്ച് നമ്മൾ ആദ്യം തുടങ്ങും. അങ്ങനെ ഓരോരാളും വിചാരിച്ചു നമുക്ക് കൺട്രോളുള്ള നമ്മളെ അത് മാറിക്കഴിഞ്ഞാൽ ഒരു വളരെ എളുപ്പത്തിൽ ബാക്കി സൊസൈറ്റി തന്നെ മാറുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അയ്യൂബ് ക, പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളെ സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ട് യു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഓഫ് നോളജ്. യു സേ ദാറ്റ് നോളജ് ചേഞ്ച് ദ വേൾഡ്, ഈസ് സംതിങ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നോളജിന്റെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ നമ്മുടെ നാട്ടിലൊരു തെറ്റായ ധാരണ ഉണ്ട്, ഈ അറിവിന്റെ സ്രോതസ് പുസ്തകം എന്നല്ല. അത് എന്റെ അഭിപ്രായത്തിലല്ല. സ്ട്രെയിഞ്ചർ ആണ് ഒരു പുസ്തകം. നമുക്ക് എന്താണെന്നറിയില്ല അയാളുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ അറിവ് എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സ്രോതസ് ഒന്ന് ഈ ട്രാവലിംഗ്, രണ്ടാമത്തത് കുറെ ആളെ പരിചയപ്പെടുക, എന്നിട്ട് അയാളുമായിട്ടുള്ള അയാളെ ഈവൻ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ചില കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ കൃഷിക്കാരന്റെ അടുത്ത് നിന്ന് കുറെ അറിവുകൾ കിട്ടും. അല്ലെ പിന്നെ വേറൊന്ന്, പിന്നെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ അറിവിന്റെ സ്രോതസ് ആരാ? നമ്മളെ ഗ്രാൻഡ് മാ. അത് നമ്മളെ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ പുതിയ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഈ ദയാന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഞാനെപ്പോഴും പറയൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, യാത്ര ചെയ്യുക, പിന്നെ അറിവുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ തന്നെ കുറെ അറിവുകൾ കിട്ടും. പിന്നെ നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എവിടെ എത്തൂല എന്നറിയാം. എന്ന് വെച്ചാൽ ലോകത്തില് ഒരു 100 കോടി അല്ലെങ്കിൽ 150 കോടി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ജീവിതകാലത്ത് മുഴുവൻ വായിക്കാൻ പറ്റിയ ഒരു 10,000 പുസ്തകം. 10,000 പുസ്തകം വായിച്ചിട്ട് ബാക്കിയുള്ള ലോകത്ത് വലിയ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ തന്നെ തെറ്റാം. അതിനും നല്ല അറിവുള്ള ആളുകളുമായിട്ട് സംവദിക്കുക. പിന്നെ നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കോൺഫിഗർഡ് ആവും. പിന്നെ നമുക്ക് ചിന്തിക്കുന്നൊക്കെ ആ പുസ്തകത്തിന്റെ ഇതിലേക്ക്. അപ്പൊ കോമൺ സെൻസ് നഷ്ടപ്പെടുന്ന എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ 4 ബുക്കേ വായിച്ചിട്ടുണ്ട് ആകെ. So that is also a good thought. നമ്മളെല്ലാം ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു തോട്ട് ആണ്. താങ്ക്സ് അയ്യൂബ് ക ഫോർ മെൻഷനിങ് ഇറ്റ് ഹിയർ. യു ആർ വെരി കറക്റ്റ്. അപ്പം വി ആർ ഓൾമോസ്റ്റ് നമ്മളെല്ലാം അയ്യൂബ് ഖാനോട് ചോദിക്കേണ്ടതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഓഡിയൻസിന് കുറെ കാര്യങ്ങൾ ഫ്രം ദ ബിഗിനിങ് ദേ ആർ ആസ്കിങ്. അപ്പം അവരെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാം. ഒരു ശ്രേയ നായർ ചോദിക്കുന്നുണ്ട്, ഹൗ യു ബാലൻസ് ബിറ്റ്വീൻ 2 കൾച്ചർ, അറബ് ആൻഡ് ഇന്ത്യൻ? പിന്നെ ലോകത്തില് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാന് പെണ്ണുങ്ങൾക്കൊക്കെ ഒരേ കൾച്ചറാണ്. അപ്പൊ അതുകൊണ്ട് സത്യാണ്, ഒരേ കൾച്ചറാണ്. ഒന്നെന്താന്ന് വെച്ചാല് പിന്നെ അവര് പിന്നെ മെൻ ആർ പൊസസീവ് അണ്ടിൽ ദേ പൊസസ്, ടിൽ ദേ പൊസസ്, അണ്ടിൽ അല്ല ടിൽ ദേ പൊസസ്. അപ്പം മെന്ന് പൊസസീവ് ആകുന്നത് അവന്റെ കൈമൽ വരുന്നവരെയാണ്. പെണ്ണ് അങ്ങനെയല്ല. പെണ്ണ് പൊസസീവ് ആകുന്നത് കൈമ കിട്ടിയതിന് ശേഷം. ആ ഒരു വ്യത്യാസം ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ. അപ്പം കൾച്ചറിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ പിന്നെ കുറെ ട്രഡീഷനൊക്കെ നോക്കും. നമ്മൾ കേരളമായിട്ടും ബാക്കിയുള്ള ലോകത്തിലെ ഏകദേശം ഒരേ കൾച്ചറാണ്. നമുക്ക് ചൈന, ഫാർ ഈസ്റ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ യൂറോപ്പ്. അല്ലാതെ ഈ മിഡിൽ ഈസ്റ്റും ഇന്ത്യയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ് കൾച്ചറൽ വാല്യൂസിൽ. എന്താ ശ്രേയക്ക് എന്തെങ്കിലും അറബിനെ കെട്ടാനുള്ള പ്ലാൻ ഉണ്ടോ? അറിയില്ല, ചോദിച്ചു നോക്കാം. ശ്രേയ അയ്യൂബ് ചോദിക്കുന്നുണ്ട്. Okay, the next question, Alexa 123 ചോദിക്കുന്നുണ്ട്, how did you motivate yourself during the bad times in early career? ഒന്നുമില്ല. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് നല്ലൊരു സ്വപ്നം ഉണ്ടാകും. അപ്പൊ ആ സ്വപ്നത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നവരെ എന്താ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കൂല, എന്നാൽ പോലും ഞാൻ അടുത്ത ശ്രമിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ആ ലെവലിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും എപ്പോഴും നടക്കും. പിന്നെ എന്ത് കിട്ടുന്ന നമുക്ക് ബെനിഫിറ്റ്. നമുക്കൊന്നും നടക്കൂല എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഞാൻ പറയല്, എക്സ്പെക്ട് ദ വേഴ്സ്റ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ്. അതിന് പകരം നമ്മളെ രാവിലെ തന്നെ ഇവിടെ മോട്ടിവേഷനിൽ പോസിറ്റീവ് തോട്ട്സിനെ പറിച്ചു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഫെയിലിയർ ആകുന്നത്. കുറച്ചെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത്. വേറെ റഹീന ചോദിക്കുന്നുണ്ട്, Algerian love story is very interesting. It has got all the stuff for film making, Bollywood movie. Do you have any plan to make a movie? അല്ല, ഞാന് ആ സ്റ്റോറി തന്നെ മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിനൊരു ഫിലിമായിട്ട് എല്ലാ ദിവസവും റിമൈൻഡർ ആയിട്ട് വേണ്ട. പക്ഷെ എന്നാലും ആ സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ്. അത് എന്താ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല്,
പഠിച്ചോൻ ഇങ്ങനെ ഓരോ സംഗതികൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാതും ആ ഫോൺ കോളൊന്നും വരില്ല. അവൾ ഇസ്തംബൂളിലേക്ക് വിളിച്ച കോളിൽ എനിക്ക് കുവൈറ്റിലേക്ക് കിട്ടുന്നതാണ്. കുവൈറ്റിൽ വന്നപ്പം പിന്നെ ഞാൻ ആരാന്ന് ചോദിച്ച് ക്ലോസ് ചെയ്യുന്നു. പിന്നെ അവൾ അത് തന്നെ വിളിക്കുന്നത്. എന്നിട്ട് എന്നോട് നമ്പർ ചോദിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓൾറെഡി പ്ലാൻഡ് ആണ്. ആര് പഠിച്ചോൻ. നമ്മളതിലൊരു പിന്നെ ഒരു എന്താ പറയണ്ട ഒരു പാർട്ട് നമ്മുടെ അടുത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു റോങ് നമ്പർ ലവ് സ്റ്റോറി എന്ന് പറയാല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അവളെ ബ്രദർ അൾജീരിയന്ന് കോൺസ്റ്റന്റീൻ ആണ് അവളുടെ സ്ഥലത്തിന്റെ പേര്. ഒരു കോൺസ്റ്റന്റീൻ എന്ന് പറഞ്ഞാൽ ഒരു പാറന്റെ മുകളിൽ ബിൽഡ് ചെയ്ത ഒരു സിറ്റിയാണ് ഫ്രഞ്ചുകാർ. അതില് ബെൽവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മന്ദർ ജമീൽ എന്ന് പറഞ്ഞാല് ബെൽവ്യൂ എന്ന് പറഞ്ഞാല് ആ ഒരു പിന്നെ ബ്യൂട്ടിഫുൾ പിന്നെ വ്യൂ എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അവരെ വീട് അവിടെയാണ്, ഒരു ടോപ്പിലാണ്. അപ്പം അവിടുന്ന് അവള് ഇസ്തംബൂളിലേക്ക് വിളിച്ച ഫോണാണ് തെറ്റിയിട്ട് എന്റെ വീട്ടിൽ വരുന്നത്. അല്ല, കുവൈത്തിൽ വിളിച്ചല്ല, ഇസ്തംബൂളിൽ വിളിച്ചത് തെറ്റിയിട്ട് വേറെ കൺട്രിയിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് പഠിച്ചോൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, മുസീബത്ത് എവിടുന്ന് വരണം എന്നുള്ള പഠിച്ചോൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വേറെ കമാൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് വൺ തിങ് എന്റർപ്രനർ ഷുഡ് ഡു മോസ്റ്റ് ആൻഡ് വൺ തിങ് ആൻഡ് ഹി ഷുഡന്റ് ഡു? ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് വെരി ഇമ്പോർട്ടന്റ്. പൈസ കൊണ്ട് ആരും ബിസിനസ് തുടങ്ങരുത്. അവരെന്താക്കണം, ദേ ഹാവ് ടു സ്റ്റാർട്ട്. അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല സ്റ്റാർട്ട് ചെയ്യുക. പൈസ ഒരു ബിസിനസ്സിലുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ്. പലരും നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ പൈസ ഇല്ലെങ്കിൽ ബിസിനസ് പറ്റൂല എന്നുള്ള ഒരു ധാരണ. അത് തെറ്റാണ്. പൈസയല്ല ആവശ്യം, ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യം. ഓക്കെ. നെക്സ്റ്റ് അലക്സ ചോദിക്കുന്നുണ്ട്, ഹൗ ഡു യു സെലക്ട് എ ലൊക്കേഷൻ ടു സ്റ്റാർട്ട് ന്യൂ ഗ്രാൻഡ് ഹൈപ്പർ ഔട്ട്ലെറ്റ്? എനി പെർട്ടിക്കുലർ ക്രൈറ്റീരിയ യു ഫോളോ ആസ് യു ഓൾ ഔട്ട്ലെറ്റ്സ് ആർ ഹ്യൂജ് സക്സസ്? ഉണ്ട്. ഞങ്ങൾ ഫോളോ ചെയ്യുന്ന എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. ഒന്ന് എന്താ വെച്ചാൽ അവിടെ ഉള്ള പാർക്കിംഗ് ആണ് ഫസ്റ്റ് നോക്കുക. സെക്കൻഡ്, അവിടത്തേക്ക് ആൾക്കാർ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു 3 വീക്സ് 4 വീക്സ് എങ്കിലും പഠിക്കും. പിന്നെ വീക്കെൻഡിൽ എങ്ങനെ നോക്കും, വീക്ക് ഡേയ്സിൽ ആ ഏരിയയിൽ എങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് നോക്കും. ഇത് ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ ആ ഏരിയയിലെ ഡെമോഗ്രാഫിയിലുള്ള പിന്നെ ആൾക്കാരെ കുറിച്ച് പഠിക്കും. എന്നിട്ട് നമ്മളൊരു പിന്നെ പകുതി പ്ലാനിങ്ങോ പകുതി പിന്നെ തന്നാലെ സംഭവിക്കുന്നത്. ഓക്കെ. പിന്നെ ഷാബുലാസ് ചോദിക്കുന്നുണ്ട്, how fast you were able to adapt to the pandemic situation? അതൊരു വിഷയമല്ല. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളത് പിന്നെ അക്സെപ്റ്റ്, നമ്മള് ഇതിൽ വേറൊരു വഴിയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇപ്പൊ നമ്മള് ഇതിൽ അങ്ങ് മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തി അതിനനുസരിച്ചിട്ടുള്ള പിന്നെ കച്ചവടങ്ങൾ പിന്നെ ഇതാക്കി. അതിലിപ്പോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫുഡ് ഐറ്റത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതാണ് ഇപ്പൊ ആൾക്കാർ വാങ്ങില്ല. ഡ്രസ്സും അതൊന്നും വാങ്ങില്ല. അപ്പൊ ആ പ്രൊഡക്റ്റുകളുടെ അവൈലബിലിറ്റിയും അത് പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാം നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. നമുക്കൊരു ക്രൈസിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. ഒരു എം കമാൽ ബി ചോദിക്കുന്നുണ്ട്, യുവർ സൂപ്പർ മാർക്കറ്റ് ഈസ് സ്റ്റീരിയോടൈപ്ഡ് ഫോർ കസ്റ്റമേഴ്സ് ലൈക്ക് ബാച്ചിലേഴ്സ് ആൻഡ് മാർജിനൽ വർക്കേഴ്സ് അൺലൈക്ക് അതർ സൂപ്പർ മാർക്കറ്റ്. ഈസ് ഇറ്റ് ബൈ ഡിസൈൻ? അല്ല, ഞങ്ങൾ എന്താ സംബന്ധിച്ചാൽ ഞങ്ങളെ ലൊക്കേഷൻ തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ള ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് ഫഹീമനെ പോലുള്ള പൈസ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ആപ്പിളൊക്കെ വാങ്ങിയിട്ടേ പോയുള്ളൂ. ഈ കമാലൊക്കെ അങ്ങനെ. പക്ഷെ നേരെ മറിച്ച് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമറെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. Why can't Grand attract customers like Kuwaiti and expat families? ഞങ്ങളെ ചില സ്റ്റോറിലുണ്ട്. അൽറായിലുള്ള സ്റ്റോറിൽ ഏകദേശം 50-50 ആണ് ഫാമിലി. അൽറായിലുള്ള സ്റ്റോർ പിന്നെ നമ്മളത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചും ഫൈനലി എന്താ വേണ്ടത്, നമ്പേഴ്സ് വേണം. സക്കറിയ ജേക്കബ് പറയുന്നുണ്ട് നിങ്ങളോട്, ന്യൂ പെർസ്പെക്ടീവ്, ഐ ഹാവ് ഗെയിൻഡ് ദാറ്റ് പ്രൈം ഇൻഗ്രീഡിയന്റ് ഫോർ ബിസിനസ് ഇസ് ഓപ്പർച്യൂണിറ്റി. യെസ്, ഓപ്പർച്യൂണിറ്റി ആണ് പ്രൈം ഇൻഗ്രീഡിയന്റ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അതിനു വേണ്ടിയുള്ള പ്ലാനിങ്, പിന്നെ അതിന്റെ പിന്നെ എന്താ പറയുക സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ക്ലെയിം. അല്ലാണ്ട് പൈസ ഒരു ലാസ്റ്റ് സംഗതിയാണ്. പൈസ ഒന്നും ആവശ്യമില്ല കച്ചവടം ചെയ്യാൻ. ആർക്കും ആവശ്യമില്ല. ഒരു ബിഗിനർക്ക് പോലും ആവശ്യമില്ല. ഓക്കെ.
Rahina Kamal ചോദിക്കുന്നത്, what is your confidence to start business in Kuwait where the market was ruled by Lulu and TSC etc? അങ്ങനെയുള്ള ഒരു വേറൊന്നും കൂടി പറഞ്ഞുതരാം. വി നെവർ ലുക്ക് അറ്റ് അവർ കോമ്പറ്റീറ്റർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമറെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് കോമ്പറ്റീറ്ററെ ഫോക്കസ് ചെയ്ത് വി വിൽ ഗെറ്റ് പാരലൈസ്. ഞാൻ ചെറുപ്പത്തിൽ ട്രക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വയനാട്ടിലെ ഒരുവിധം മലയൊക്കെ കയറിയിട്ടുണ്ട്, അതുപോലെ കേരളത്തിലെ ഒരുവിധം മലയൊക്കെ കയറിയിട്ടുണ്ട്, പിന്നെ ആനമല അതും ഇതും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അതിലെ റൂൾ എന്താന്ന് വെച്ചാൽ നമ്മൾ കയറും തോറും നമ്മൾ ആ മിഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ കുറച്ച് എത്തിയെന്നല്ല. ആ സമയത്ത് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരൊക്കെ ചെറുതായിട്ട് തോന്നും, എന്നിട്ട് ചില സമയം നമുക്ക് അഹങ്കാരം തോന്നും. പിന്നെ നമ്മൾ മേലെയും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർ അവിടെ എത്താൻ കുറെ പ്രയാസമുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്താന്ന് വെച്ചാൽ ഒരു നിരാശ തോന്നും. അപ്പൊ ഇത് രണ്ടും തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ഉള്ള സ്ഥലത്ത് നിന്നിട്ട് മെല്ലനെ ഒരു സ്റ്റെപ്പും കൂടി കയറാനാണ് നോക്കല്. പിന്നെ ഞങ്ങളെ കോമ്പറ്റീറ്റർ തീരെ നോക്കലില്ല, ഈവൻ പ്രൈസ് പോലും നമ്മൾ നോക്കില്ല. നമ്മളെ പ്രൈസിങ്ങും നമ്മളെ കസ്റ്റമറെയാണ് നോക്കും. ശരിക്കും റീറ്റെയിൽ എന്ന് പറഞ്ഞാല് നമ്മളെക്കാട്ടി സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ വിചാരിക്കും കച്ചവടക്കാർ ഭയങ്കര സ്മാർട്ടാണ്, നമ്മളൊന്നുമല്ല. അവര് 3 ഫ്ലെയറും പിടിച്ചിട്ട് നമ്മളെ സ്റ്റോറിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയ പ്രൊഡക്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നലെ ഫൈസലിനോട് പറഞ്ഞിരുന്നു, എന്താ വെച്ചാല് കസ്റ്റമർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദേ നീഡ് ജപ്പാനീസ് ക്വാളിറ്റി ആൻഡ് ചൈനീസ് പ്രൈസ്. അതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ. റമിൽ കാലിക്കറ്റ് ചോദിക്കുന്നുണ്ട്, ഹൗ ഡു യു സെലക്ട് യുവർ സ്റ്റാഫ്? അതില് പിന്നെ ഒന്നുമില്ല, നമ്മളെ ഇന്റർവ്യൂവിന് വരുന്ന ആളെ നോക്കും. പിന്നെ എല്ലാ സ്റ്റാഫിനെയും ഞാൻ പേഴ്സണലായിട്ട് കാണലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാല്. പിന്നെ അതുകൂടെ എല്ലാ സ്റ്റാഫിന്റെ അടുത്തും എന്റെ നമ്പറും ഉണ്ട്, ഫോൺ നമ്പറും ഉണ്ട് എല്ലാ സ്റ്റാഫിന്റെ അടുത്തും. അപ്പൊ അവരുമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 3 മാസം കൂടുന്നതിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടാവും. അപ്പൊ പിന്നെ അല്ല പറഞ്ഞ ആ ചോദ്യത്തിന് അപ്പൊ അത് പിന്നെ ഈ പലത് റെഫറൻസിൽ വരും, പലത് എന്താക്കും പറഞ്ഞാൽ ഇന്റർവ്യൂവിന് വന്നിട്ട് വരും. അപ്പൊ നമ്മൾ ഒന്നും നോക്കുന്നില്ല. നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാല് എക്സ്പീരിയൻസ് നോക്കില്ല. നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവരെ പിന്നെ ജീവിത ചുറ്റുപാടുകളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ അല്ലാതെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കും അവർ ഫിറ്റ് ആവില്ല, അവർക്കും നമ്മൾ ഫിറ്റ് ആവില്ല. ഓക്കെ. വേറൊരു ചോദ്യം അയ്യബ്ക. എം കമാൽ ബി, why did you choose 2 supermarkets within kilometer in Bahbula? ഒന്നും ഉണ്ടായിട്ടില്ല, അത്ര ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ പൈസ ആരും നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടില്ലല്ലോ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഐ തിങ്ക് ഞാന് നിങ്ങളൊരു കുറെ ഫാൻസ് ഉണ്ട് ഇതില്. അയ്യൂബ്ക ഹൗ ആർ യു, യു ആർ ഓൾവേസ് ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറെ വിഷസ് തരുന്നുണ്ട് ഇതില്. They are wishing you the best. അപ്പൊ ഞാൻ ഓഡിയൻസ് ഒക്കെ വെൽ ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു നിങ്ങളെ ടോക്ക് കേട്ടിട്ട്. യു ആർ റിയലി എ അമേസിംഗ് പേഴ്സൺ ടു ലുക്ക് അറ്റ് തിങ്സ് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. We know that you are so damn easygoing and soft. Are you this way because not lot of things bother you, or do you just ignore a lot of things that might not bother you? സത്യത്തിൽ ഒന്നും തലയിലെടുക്കില്ല, മനസ്സിലായില്ലേ? എന്തെങ്കിലും തലയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഒരു സംഗതി. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കാലത്ത് പിന്നെ നമ്മളെ ഷോപ്പ് പിന്നെ ഒരാവശ്യമില്ലാണ്ട് മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അടച്ചു കുറച്ചു ദിവസം. അപ്പൊ ജനങ്ങളൊക്കെ ഭയങ്കര ലാബിലിറ്റി ആയിരുന്നു. ഒരു ദിവസം നല്ലൊരു ലാബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ആൾക്കാർ ചോദിച്ചു എന്താ സംഭവം. നമ്മൾക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് പിന്നെ നമ്മളെ കൺട്രോളിലുള്ള ഒന്നല്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മളെ കൺട്രോളിലുള്ള എന്താന്ന് വെച്ചാൽ ഏറ്റവും നല്ല നമ്മളെ മനസ്സിനെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. രണ്ടാമത്തത് നമ്മളെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിന്ന് അക്സെപ്റ്റൻസ് വാങ്ങുക. ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട്, അതുകൊണ്ട് ഇതാ ഫൈനാൻഷ്യൽ ലാബിലിറ്റി ഉണ്ടാവും, അത് അക്സെപ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് നമ്മളെ കൺട്രോളിൽ. അല്ലാതെ നമ്മൾ പിന്നെ നമ്മളെ കൺട്രോളില്ലാത്ത പാരാമീറ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തലക്കെടുത്തില്ല, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. Okay, Ayubkane patitala, you can tell about your views to the audience if they അല്ല ഒന്ന് ഇത് പറഞ്ഞില്ല. പിന്നെ നമ്മള് പിന്നെ ഈ ഓരോ ഇഷ്യൂസ് വരുന്നതും നമ്മളത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. പിന്നെ ഇതാണ് ദൈവം നമ്മളെല്ലാം ലക്ക് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാരും വി ബോൺ വിത്ത് ലക്ക്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മൾ കുറച്ച് പിന്നെ ലക്ക് എവിടെയാന്നുള്ളത് നമുക്ക് തേടി പോണ്ടി വരും. ഫൈമിനെ പോലത്തെ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും. യു ആർ ബ്ലെസ്ഡ്. അപ്പൊ അതുകൊണ്ട്
പിന്നെ ആ തേടി പോകുന്നതിൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ പാരലൈസ് ആയിട്ട് പോകാണ്ടിരിക്കുക. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ പടക്കം പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എന്തായാലും എത്തും. എല്ലാവരും ലക്കി ആയിട്ടാണ് ജനിച്ചിട്ടുള്ളത്. പിന്നെ വേറൊന്നും എന്താ വെച്ചാല്, പിന്നെ ഞാൻ പലപ്പോഴും പല ആൾക്കാരെ കണ്ടു, നമ്മളൊരു വയനാട്ടിലൊരു ഓർഫനേജുമായിട്ട് നമ്മൾ വളരെ അസോസിയേറ്റഡ് ആണ്. പിന്നെ ആ ഓർഫനേജിൽ നിങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യണം. അതൊരു നല്ലൊരു സ്ഥലം. അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഉള്ള കുറെ ആൾക്കാർ 60-70 ആൾക്കാർക്ക് ലോകത്ത് ആരുമില്ല കുടുംബക്കാരായിട്ട്. അപ്പൊ അവിടെ പോയാൽ എനിക്ക് തോന്നൽ എന്താന്ന് വെച്ചാൽ അവരെ അവസ്ഥക്ക് കാരണം നമ്മളാണ്. എന്നുവെച്ചാല് അവരെ ആ ഓർഫനേജിൽ ജീവിക്കാൻ തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം എന്റെ അഭിപ്രായം. എന്നിട്ട് അവർ അഡപ്റ്റ് ചെയ്യണം എന്ന് എന്റെ അഭിപ്രായം. മനസ്സിലായി? നമ്മളെ മക്കൾ അതേപോലെ വളർത്തണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ ആഗ്രഹിക്കുന്നു, പക്ഷെ അതൊന്നും നടക്കാറില്ല. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാം ബോൺ വിത്ത് ലക്ക്. വെരി ട്രൂ. പിന്നെ രമിൽ കാലിക്കറ്റ് ചോദിക്കുന്നുണ്ട്, വയനാടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയോ? വയനാടിനെ പറ്റി, വയനാടിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്, വയനാടിന് മതമില്ല, റിലീജിയൻ ഇല്ല. ഏറ്റവും വയനാട്ടിൽ ആർക്കും വി ഓൾ ആർ വൺ. മനസ്സിലായില്ലേ? പിന്നെ ഇതുവരെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂസ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജനങ്ങൾ വളരെ അങ്ങോട്ടും എല്ലാ മതസ്ഥരും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലും വളരെ കോപ്പറേഷനിലാണ് പോകുന്നത്. അത്രയും നല്ല ആൾക്കാരാണ്. പിന്നെ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും അല്ലെങ്കിൽ ഓണം ആയിക്കഴിഞ്ഞാലും വിഷു ആയിക്കഴിഞ്ഞാലും വയനാടിന്റെ ആഘോഷം, അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിന്റെ അല്ല. അപ്പൊ ആ ഒരു കമ്മ്യൂണൽ ഹാർമണി ഉള്ളതുകൊണ്ട് ഞാൻ മാഹി പോകുന്നതിലും കൂടുതൽ കാലം സ്പെൻഡ് ചെയ്യല് വയനാട്ടിലാണ്. വയനാട് നല്ലൊരു സ്ഥലമാണ്. മാഹി മോശം എന്നല്ല പറയുന്നത്, മാഹിയില് തക്കാരം കഴിക്കാനുള്ള നല്ല ഹോസ്റ്റാണ് മാഹിക്കാര്. ഓക്കെ. അപ്പം തക്കാരത്തിന്റെ കാര്യം പറയാം. അപ്പം അയ്യൂബ് ഖാൻ ഒരു ഫുഡിയാന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ അയ്യൂബ് ഖാന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഒരു ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. ഫുഡ് എന്താ വെച്ചാൽ ഞാൻ എല്ലാ ഫുഡും കുക്ക് ചെയ്യും. ഹുസൈൻക്ക് എന്റെ ഒരു ഭയങ്കര അടുത്ത ആളായതുകൊണ്ട് അയാൾ എനിക്ക് എല്ലാവിധ ഓപ്പർച്യൂണിറ്റിയും കുക്ക് ചെയ്യാൻ തന്നു. ഞാൻ കുക്ക് ചെയ്യും. ഞാൻ നല്ല മീൻകറി ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, പിന്നെ കുറെ പിന്നെ ഡിഷസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ അതുകൂടാതെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ നല്ല ഹോസ്റ്റ് ആവും. Okay, mashallah, it's really great. I think ഞാൻ ഇപ്പം ഓൾറെഡി കുറെ കാര്യങ്ങൾ അയ്യൂബ് ഖാനെ പറ്റി പറഞ്ഞു. സോ ഇൻഷാല്ല അയ്യൂബ് ഖാന്റെ മെസ്സേജസ് എല്ലാവരും ഉൾക്കൊള്ളണം. യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഇറ്റ്സ് എ റിയലി മോട്ടിവേറ്റിംഗ് തിങ്, എസ്പെഷ്യലി ദ പ്രസന്റ് ജനറേഷൻ. അത് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ലാസ്റ്റ് വാക്ക് ഇതാണ്, ദൈവം എല്ലാരെയും സൃഷ്ടിച്ചിട്ട് ദൈവത്തിന് മതമില്ല. No religion. Thanks for being here. Thanks for giving us a good message. Thanks for taking time to be here. Assalamu alaikum, Ayyub Khan. See you next time. It was a very interactive and fun talking with Ayyub Kacheri. Hope you all enjoyed meeting him. So I will be back with another video. Stay tuned. Until then, goodbye.